ക്രൂശിൽ കിടന്ന് 7 തിരുവായ്മൊഴികൾ പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ക്ഷമ ഒരു സൗഖ്യദായക അനുഭവമാകുന്നു എന്നുള്ളതാണ്. നമ്മളോട് ദോഷം ചെയ്തവരോട്, നമ്മളെ തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഒരു സൗഖ്യദായക അനുഭവമാകുന്നു എന്നുള്ളതാണ്. യേശുവിനെ ക്രൂശിതറയ്ക്കുവാൻ ശ്രമിച്ചവരുടെ തിരിച്ചറിവില്ലായ്മയാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ അനവധി ശത്രുക്കളുണ്ടാകാം. ഈ ശത്രുവിൻ്റെ ദോഷപ്രവൃത്തികൾ നമ്മളെ തകർക്കുന്നതിന് കാരണമായി തീരാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ആത്യന്തികമായി വിജയിക്കത്തുള്ളൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നമുക്ക് എല്ലാ തിന്മകളെയും അതിജീവിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കരുതുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം. കർത്താവ് ചെയ്ത ക്ഷമയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായിട്ട് യേശു ക്രിസ്തു തിരുവായ്മൊഴിഞ്ഞത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു കള്ളനോട് പറയുന്നതായ വാചകമാണ് നാം ഇവിടെ കേട്ടത്. ആ കള്ളന് ലഭിക്കുന്നത് സ്വർഗീയമായ ഒരു അനുഭവമാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ വലത്തും ഇടത്തും കള്ളന്മാരെ ക്രൂശിച്ചപ്പോൾ ഈ കള്ളന് ലഭിക്കുന്നത് സ്വർഗീയമായ അനുഭവമാകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു തിരുവായ്മൊഴിഞ്ഞത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. കർത്താവായ യേശു ക്രിസ്തു വലിയൊരു ഉത്തരവാദിത്വം അത് ഫലമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയെ ആഴമായി സ്നേഹിച്ച കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൻ്റെ അവസാന നിമിഷത്തിൽ അമ്മയെ ഉത്തരവാദിത്വം വഴി ഏൽപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. മാതൃകാപരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായ കർത്താവ് മാതൃക ഇവിടെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യവും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യവും 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള ഏലോഹി ഏലോഹി ലെമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന് താൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കൈവിടപ്പെട്ടോ എന്നുള്ളതായ ചിന്തയിൽ ഏലോഹി ഏലോഹി ലെമ്മ ശബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ
പിതാവിനോടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ച ക്രിസ്തു ആ പിതാവ് തന്നെ കൈവിടപ്പെട്ടോ എന്നുള്ളതായ ചിന്തയിൽ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. പിതാവിന്റെ സ്നേഹവും കരുതലും എല്ലായ്പ്പോഴും അനുഭവിച്ച ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ദൗത്യവും നിയോഗവും തിരിച്ചറിഞ്ഞതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിന്റെ വഴിയിലൂടെ നയിക്കുകയാണ് പിതാവ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അഞ്ചാമതായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ദാഹം മാനുഷികമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശുവിൻ്റെ മനുഷ്യത്വമാണ് ഇവിടെ പ്രകടമാകുന്നത്. ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും അനുഭവം കർത്താവിലുണ്ടാകുന്നു എന്നുള്ളതാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആറാമതായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, യേശു പുളിച്ച പിഴിഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തു. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാണോ താൻ ഈ ഭൂമിയിൽ വന്നത് ആ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം നിവൃത്തിയായി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. താൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനായിരുന്നു. അയക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിച്ചതിന് ശേഷം നിവൃത്തിയായി എന്ന് പറയുകയാണ് കർത്താവ് ചെയ്യുന്നത്. നാം ഈ ഭൂമിയിൽ അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെട്ടവർക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗം പൂർത്തീകരിക്കുമ്പോഴാണ് നാം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത്. കർത്താവിൻ്റെ നിയോഗം പൂർത്തീകരിച്ചപ്പോൾ കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞു. ഏഴാമതായിട്ട് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം, യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതായ കർത്താവ് തൻ്റെ നിയോഗം പൂർത്തീകരിച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ, ദൈവനിയോഗങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശു പറഞ്ഞ ക്രൂശിലെ 7 മൊഴികൾ ഏറ്റവും അർത്ഥവത്തായ മൊഴികളാകുന്നു. ക്രിസ്തുവിൻ്റെ അവസാന നിമിഷത്തെ ക്രിസ്തു പറഞ്ഞ ഓരോ വാക്കുകൾക്കും വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. നാം ധ്യാനിച്ചതായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും മാതൃകമായി തീരട്ടെ. നമുക്കും കർത്താവിനെ പോലെ അവൻ്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ക്രൂശിൽ കിടന്ന് തിരുവായി മൊഴിഞ്ഞ 7 മൊഴികളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. അങ്ങ് ഞങ്ങളെ ആഴമായി സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് സഹിച്ചതായ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയിൽ ഞങ്ങൾക്കും വരുവാൻ, ഞങ്ങളെയും അങ്ങനെ ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കരുതുവാനും കർത്താവെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്, കുറ്റക്കാരാണ്. അവിടുത്തെ സന്നിധിയിൽ നിൽപ്പാൻ പോലും യോഗ്യതയുള്ളവരല്ല കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ. ആമീൻ.
കർത്താവായ ശംസികായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സംബന്ധവും സഹവാസവും വാഴ്വോടും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.